ക്രിസ്തുവിനാത്മാവ്, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. അടുത്ത വാക്യം, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ. അവർക്കിത് അറിയാമായിരുന്നു, ഒരു രക്ഷകൻ വരുന്നുണ്ടെന്ന്. നമ്മൾ കർത്താവിനെ കുറിച്ച് അറിയുന്നു, അവർ കർത്താവിനെ കുറിച്ച് അറിയാതെ അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവിൽ ജീവിച്ചവരാ. അപ്പൊ നമ്മളോടുള്ള റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ ഭക്തന്മാരോട് കർത്താവിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് കർത്താവ് പാതാളത്തിൽ ചെന്ന് പറഞ്ഞു, നിങ്ങളോട് ഗുഡ് ന്യൂസ് പറയാനാണ്. കയറി എന്നതിനാൽ ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? അവൻ കയറി ബദ്ധന്മാർക്ക് ദാനങ്ങളെ കൊടുത്തു. അവൻ പഴയ നിയമ ഭക്തന്മാരുമായിട്ടാണ് കർത്താവ് ഇങ്ങോട്ട് കയറി വന്നത്. അന്ന് തന്നെ കർത്താവ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ രണ്ട് കള്ളന്മാരും ഉണ്ടല്ലോ മരിച്ചു. അതിൽ ഈ മുമ്പേ പറഞ്ഞവനോട് വലത്തുഭാഗമൊന്നും ഇടത്തുഭാഗമൊന്നും ബൈബിളിലില്ല. ഒരുവൻ നീ എന്നോടുകൂടെ നീ പർദീസയിലിരിക്കുന്ന വാക്ക് പറഞ്ഞ ആ വ്യക്തി കർത്താവ് പർദീസയെ കൊണ്ടുപോയി. അപ്പൊ ആ പുള്ളി ഇപ്പൊ എവിടെയാ? പർദീസ. നമ്മൾ പുള്ളിയെ വിളിക്കുന്നത് എന്നതാ? കള്ളൻ അല്ലേ? നമ്മളിപ്പോഴും വിളിക്കുന്ന വലത്തുഭാഗത്തെ കള്ളൻ. ആളെവിടാ? പർദീസ. അങ്ങനെ കർത്താവ് ഉയർത്തപ്പോൾ പാതാളത്തിലുണ്ടായിരുന്ന ഭക്തന്മാരെ മുഴുവൻ, അഥമ പാതാളമല്ല, ഈ മേലോട്ട് നോക്കി എന്ന് പറഞ്ഞാൽ മേൽത്തട്ട്, മേളിലത്തെ ബർത്ത് മുഴുവൻ പർദീസയെ കൊണ്ടുപോയി. ഇന്ന് പർദീസ എന്ന് പറയുന്ന പാതാളം വേക്കന്റ്. എന്നാൽ ആ അടി കിടക്കുന്ന പുള്ളിയുണ്ടല്ലോ, അവിടെ അന്നും ഇന്നും ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നവരെല്ലാം അങ്ങോട്ടാ. ഇനിയും സയൻസ്, ലോകത്തിലെ മെഡിക്കൽ സയൻസ്, മെഡിക്കൽ ടെക്നോളജിയായി മാറിക്കഴിഞ്ഞപ്പോൾ ലോകത്തിൽ പല രാജ്യങ്ങളിലും പ്രമുഖരായ ആളുകൾ മരിച്ചു. ഇവിടെയിരിക്കുന്ന മെഡിക്കൽ സ്റ്റാഫിന് അറിയാം, മരണമെന്ന് പറഞ്ഞാൽ 3 ആക്ഷൻ. അതാ ക്ലിനിക്കൽ ഡെത്ത്. 1 റെസ്പിറേഷൻ നിൽക്കും, 2 ബ്ലഡ് സർക്കുലേഷൻ നിൽക്കും, 3 കണ്ണിന്റെ പ്യൂപ്പിൾ റിയാക്ട് ചെയ്യത്തില്ല. അതിനാ ചില അപ്പച്ചന്മാരെയൊക്കെ നാട്ടിൽ ചില ഈ കണ്ണിങ്ങ നോക്കുന്നതിനാണെന്നറിയോ? ആള് തട്ടിപ്പോയെന്നറിയാൻ, അല്ലാതെ സൗന്ദര്യം നോക്കുന്നതല്ല. ഇതാണ് ക്ലിനിക്കൽ ഡെത്ത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല പ്രമുഖരും VVIPs അഡ്മിറ്റായി. ഒടുവില് അവര് മരിച്ചു. ശ്രദ്ധിച്ചോണം, 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് എക്സ് മരിച്ചു. 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് എക്സ് മരിച്ചു. മെഡിക്കൽ ഡോക്ടേഴ്സ് മനസ്സിലായ ആൾ മരിച്ചു. അവരെന്തോ ചെയ്തെന്നറിയാവോ? അവർ ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്നുകൊണ്ട് ആർട്ടിഫിഷ്യൽ, വലിയ ഹൈ ലെവൽ ഡോക്ടറാണ്, ഈ റിബ് ഒടിക്കും. സാധാരണക്കാരൻ ചെയ്യത്തില്ല. ഹൈ ലെവൽ ഡോക്ടറാണെങ്കിൽ ഈ റിബ് ഒടിച്ചിട്ട് അദ്ദേഹത്തിന്റെ തള്ളവിരലും കൂടെ കയറ്റി നേരിട്ട് ആ മരിച്ച പുള്ളിയുടെ ഹാർട്ടിലോട്ട് പ്രസ് ചെയ്ത് പമ്പ് ചെയ്ത് കയറ്റും. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കും. അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കും. 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയപ്പോൾ എക്സ് മരിച്ചു. 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ജീവിച്ചു. യെസ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലെ, 20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആള് ജീവിച്ചു. റെസ്പിറേഷൻ നിന്നു, കണ്ണിന്റെ ചലനം നിന്നു, രക്തയോട്ടം നിന്നു, ആള് മരിച്ചു പോയി. പക്ഷെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉടൻ ഹാർട്ട് പമ്പ് ചെയ്ത് കൊടുക്കണം. ഉടൻ ഇമ്മീഡിയറ്റ്ലി പമ്പ് ചെയ്ത് കൊടുക്കുന്നു, ഇമ്മീഡിയറ്റ്ലി ഓക്സിജൻ വെക്കുന്നു, ആള് ജീവിക്കും. അങ്ങനെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും 15-20 സെക്കൻഡിനകം മരിച്ചു, ജീവിച്ചു. അത് ഡോക്ടേഴ്സിനിടയിൽ ഒരു വലിയ കൗതുകം ഉണ്ടാക്കി. ഇവർ ഈ 20 സെക്കൻഡ് എവിടെ ആയിരുന്നു? അതാണ് ഏറ്റവും വലിയ തിയറി റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്നത്, ലൈഫ് ആഫ്റ്റർ ലൈഫ്. റീഡേഴ്സ് ഡൈജസ്റ്റിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതെന്താന്ന് ചോദിച്ചെന്നാൽ, ഈ ഡോക്ടർമാരുടെ ഒരു പാനൽ ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള പേരുകേട്ട ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ളവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു.
ഇങ്ങനെയുള്ളവരെ മാത്രം കണ്ടുപിടിച്ചിട്ട് അവരെ പോയി ചെയ്ത് ഇന്റർവ്യൂ ചെയ്തു ഈ ഡോക്ടേഴ്സ്. ആ തിയറിയാണ് ലൈഫ് ആഫ്റ്റർ ലൈഫ്. മെഡിക്കൽ സയൻസ് അംഗീകരിച്ചത്, ലോകം അംഗീകരിച്ചത്. അവർ ചെന്ന് ഇവരെ മാത്രം ഇന്റർവ്യൂ ചെയ്തു. ഇവരെല്ലാം 2 വിധത്തിൽ മാത്രം ഉത്തരം പറഞ്ഞു. ഇങ്ങനെ 5, 10, 15 സെക്കൻഡ് കൊണ്ട് മരിച്ചിട്ട് ജീവിച്ചവർ. അവർ പറഞ്ഞു, ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങളുടെ ശരീരത്തിന്റെ വെയിറ്റ് കംപ്ലീറ്റ് പോയി, ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു തുരങ്കത്തിൽ കൂടെ പൊങ്ങി. അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് കാണാം. ഒരാൾ പറഞ്ഞു ഭാര്യ കരയുന്നു, ഒരാൾ പറഞ്ഞു നേഴ്സ് ഏതോ ഒരു മിഷനും കൊണ്ട് ഓടുന്നു, ഒരാൾ പറഞ്ഞു എൻ്റെ ദേഹത്താരണ്ട് ഏതാണ്ടൊക്കെ ചെയ്യുന്നു, എനിക്കിത് കാണാം, എൻ്റെ ദേഹത്താരമൊക്കെ ചെയ്യുന്നു, എൻ്റെ ഭാര്യ കരയുന്നു, ഒരാൾ പറഞ്ഞ് ഫോൺ വിളിക്കുന്നു, ഇതൊക്കെ കാണാം. ഞാനൊരു പ്രകാശമുള്ള സ്ഥലത്ത് ചെന്ന് ഒരു തുരങ്കം വഴി കയറി, എനിക്ക് ഇങ്ങോട്ട് പോരണമെന്നൊരു പ്ലാനും ഇല്ല. പക്ഷെ പിന്നെ കണ്ണു തുറന്നപ്പോൾ ഞാൻ ശരീരത്തിലുണ്ട്. മറ്റേ കൂട്ടർ പറഞ്ഞു ചട്ടെന്ന് ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു, പഞ്ഞു പോലെ ഞങ്ങൾ പൊങ്ങി, ഒരു ടണലിൽ കൂടെ ഞങ്ങൾ കയറി ഇറങ്ങി, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദേഹത്താരണ്ട് തിരുമുന്നു, ആരോ ഓടുന്നു, ആരോ എന്തൊക്കെയോ ചെയ്യുന്നു കാണാം. പക്ഷെ ഞങ്ങൾക്ക് സഹിക്കാൻ മേല, ഒരു വല്ലാത്ത അതിഭീകരമായ ഭയങ്കര ഫ്ലെയിം അടിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്നു. അവിടെ നിൽക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ഞെട്ടല് മാറിയിട്ടില്ല അതിന്റെ ഓർമ്മ. പക്ഷെ ബോധം വന്നപ്പോൾ ഞങ്ങൾ ശരീരത്തിൽ വന്നു. ഈ 2 വിധത്തിലല്ലാതെ മൂന്നാമത് ആരും പറഞ്ഞില്ല. ഈ 2 വിധത്തിലുള്ളവരെ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. പ്രകാശമുള്ള സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് പോരാൻ താല്പര്യമില്ലായിരുന്നെന്നും പറഞ്ഞവരെല്ലാം ആത്മീയ ദർശനത്തിൽ ജീവിച്ചവർ. ഒരു പ്രത്യേക സഭയുടെ കാര്യമല്ല പറയുന്നത്, they lived with spiritual vision. അല്ലാത്ത പറഞ്ഞവരെല്ലാം ലോകത്തിൽ എങ്ങനെയുള്ള വിഷയത്തിൽ ഒരു താല്പര്യമില്ലാതെ വേദപുസ്തക പക്ഷെ തിന്നു, കുടിച്ചു, ആനന്ദിച്ചു. ഈറ്റ് വെൽ, ഡ്രീം വെൽ, ഈറ്റ് വെൽ, ഡ്രിങ്ക് വെൽ, ലീവ് വെൽ. 3 വെല്ല, കിണറല്ല. ഈറ്റ് വെൽ, ഡ്രിങ്ക് വെൽ, ലീവ് വെൽ. അങ്ങനെയുള്ളവരാണ് പോയി. ഇതാണ്. അപ്പോൾ ഇന്നും ദൈവത്തെ കൂടാതെ മരിക്കുന്നവർ യാതനാ സ്ഥലത്താണ്, ക്രിസ്തുവിൽ മരിക്കുന്നവർ പർദീസയിൽ. ശ്രദ്ധിച്ചല്ലോ. ഇനിയും ഇതൊന്നാം പുനരുദ്ധാനം എന്നാ പറയുന്നത്. ഏതാ ഒന്നാം പുനരുദ്ധാനം? പറ സഹോദരന്മാർ, പറ. ദേവദാസൻ ഉത്തരം പറയുന്നത്. ഇതൊന്നാം പുനരുദ്ധാനം ഏതാ? യേശുവിന്റെ സാക്ഷ്യ നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലോ കയ്യിലോ അവന്റെ മുദ്ര ഏൽക്കാത്തവരുമായവരുടെ ആത്മാക്കളെ കണ്ടു. അവർ ജീവിച്ചു, ക്രിസ്തുവിനോട് 1000 ആണ്ട് വാണു. ഇതൊന്നാം പുനരുദ്ധാനം. അപ്പോൾ ഒന്നാം പുനരുദ്ധാനം എന്ന് പറയുന്നത് മഹോപദ്രവ രക്തസാക്ഷികളുടെ ഉയർപ്പ് മാത്രമാണ്. അപ്പൊ ഞാനോ നിങ്ങളോ ഇന്ന് മരിച്ചാലോ നമ്മുടെ ഉയർപ്പോ? ന്യായമായ ചോദ്യമല്ലേ? അത് അതിൻ്റെ ആ സിസ്റ്റം മനസ്സിലാക്കാതെ മരിക്കുമ്പം പ്രാർത്ഥിക്കും ഇതിൻ്റെ ഒന്നാം പുനരുദ്ധാനത്തിൽ എഴുന്നേൽപ്പിക്കണം. പാപമൊന്നുമല്ല സംഗതി, അതല്ല. ഞാനോ നിങ്ങളോ ഇന്നും മരിച്ചാൽ, അല്ലെങ്കിൽ കൃപായുഗത്തിൽ മരിക്കുന്ന വിശുദ്ധന്മാരുടെ ഉയർപ്പ് ഒന്നാം പുനരുദ്ധാനമല്ല. അതൊന്നാം പുനരുദ്ധാനം ഒരു പ്രൊവിഷനാ. വായിക്കാം. 1 കൊരിന്ത്യർ 15:23. ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 15:23. ഓരോരുത്തനും താന്താന്റെ നിരയിലത്രേ. അടുത്ത വാക്യം. ആദ്യഫലം ക്രിസ്തു, ഫസ്റ്റ് ഫ്രൂട്ട് ക്രൈസ്റ്റ്. അടുത്ത വാക്യം. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. നോക്കിക്കേ, ഞാനോ നിങ്ങളോ വിശ്വാസത്തിൽ മരിച്ചുപോയ നമ്മുടെ പിതാക്കന്മാരോ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉയർക്കുന്നത് ഒന്നാം പുനരുദ്ധാനമല്ല, ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ തുടർച്ചയാ. എന്തുവാ? ക്രിസ്തുവിന്റെ. അത് നമുക്കൊരു വലിയ പ്രൊവിഷൻ തരിക. ആദ്യ ഫലം ക്രിസ്തു. അതാ ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. മാവയിൽ ഒരു മാങ്ങ ഉണ്ടായി. ആദ്യം പൂത്ത മാങ്ങയുടെ പേരെന്നതാ? മാവിൻ. ആ കായയുടെ പേരെന്നാ? മാങ്ങ അല്ലേ? ഇപ്പൊ കറക്റ്റായി. ഈ വർഷം ആദ്യം ഒരു മാങ്ങ പൂത്തു, കായ ഉണ്ടായി. അതിന്റെ പേരെന്നാ? അന്ന് ഇവിടെ ഒരു കൊച്ചു പറഞ്ഞ കറക്റ്റാ. പക്ഷെ അത് തെളിയാഞ്ഞിട്ടാ. കണ്ണിമാങ്ങ എന്നല്ല പറഞ്ഞത്, കന്നിമാങ്ങ എന്നാ. അത് കറക്റ്റാ. അതെ, കേട്ടതെല്ലാം കണ്ണിമാങ്ങാന്നാ. ഞാൻ ഒരിടത്ത് ചോദിച്ചപ്പോൾ ഒരു കൊച്ചിനോട് ചോദിച്ചു, ഒരു മാവേലെ ഒരു അമ്മച്ചി പറഞ്ഞു. ഞാൻ ചോദിച്ചൊരു മാവേലെ ആദ്യം ഒരു കായ ഉണ്ടായി, അതിന്റെ പേരെന്നെ? അമ്മച്ചി പറഞ്ഞു മാങ്ങ എന്നാന്ന് പറഞ്ഞു.
അങ്ങനല്ല, അത് കന്നി വാങ്ങാന്ന് പറഞ്ഞത് കറക്റ്റാ. ആദ്യബലം. ആദ്യബലം ആർക്കുള്ളതാ? ആണോ? അങ്ങനെ ആണോ നമ്മൾ ചെയ്യുന്നത്? ആദ്യം കിട്ടുന്ന ശമ്പളം എവിടെ കൊടുക്കണം? ദൈവത്തിന്, ഹുപ്പൂസിന് അല്ലേ? കൂട്ടുകാരും കൂടെ കൂടി ആദ്യം കിട്ടുന്ന ശമ്പളം, വാടാ ശമ്പളം കിട്ടിയെന്ന്, ജോലി കിട്ടിയതാ അല്ലേ, വാടാ അടിച്ചു പൊളിക്കുക, അറബി ഫുഡ് കഴിക്കാം അല്ലേ. ആദ്യം കിട്ടുന്ന ശമ്പളം ദൈവസഭയെ കൊണ്ട് ഇട്ട് നോക്കിക്കേ, മേൽക്കുമേൽ ബലം പ്രാപിക്കും. അത് ഇവിടെ കൊടുക്കാതെ ഹോട്ടലിൽ കൊണ്ട് തീർക്കുമ്പോൾ ആ കർത്താവ് മേളിൽ നിന്ന് പിടിക്കാൻ തുടങ്ങി. അടുത്ത മാസം മുതൽ സംഗതി കുഴയുന്നത്. എല്ലാത്തിൻ്റെ ആദ്യം ഒരു മകനുണ്ടായാൽ അവനെ എന്നാക്കണം? അവനെ ആർക്ക് കൊടുക്കണം? ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ ഉദ്യോഗസ്ഥരായിട്ടിരിക്കും. ഞങ്ങൾക്ക് 12,500 ഏക്കർ സ്ഥലം, ടീ പ്ലാന്റേഷൻ. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പതിച്ചെടുത്തത്. അതിൻ്റെ അതിർത്തിയില്ല. ഓരോരുത്തരും ശകലിച്ച മാന്താൻ തുടങ്ങി. ഉടനെ സായിപ്പിന് ഇത് പിടികിട്ടി. മാനേജർ സായിപ്പാ, ബ്രിട്ടീഷുകാരനാ. എനിക്ക് പിടികിട്ടി. അയാൾ പറഞ്ഞു, തിയോഡലറ്റ് സർവേ ചെയ്ത് നമ്മുടെ സ്ഥലം അടയാളപ്പെടുത്തണം, ആരും എടുക്കാതിരിക്കാൻ. അപ്പം തിയോഡലറ്റ് സർവേ കൊണ്ടു. അപ്പം അതും സായിപ്പിനറിയാം പുള്ളികൾ ആരാ, അയാളെ കൊണ്ട് ചാക്കി കയറ്റി എടുക്കുമെന്നറിയാം. എന്തോ അയക്ക് മനസ്സിലായി, ഈ പണിക്കൊന്നും ഞാൻ പോകത്തില്ല. ഞാൻ അന്ന് ജൂനിയർ സ്റ്റാഫ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഈ പുള്ളിക്കാരത്തി കൂടെ കൂടിയിട്ടില്ല, ബാച്ചിലറായിട്ട് കഴിയുന്ന സമയം. എങ്കിലും ഞാൻ ജോലിയിൽ വളരെ കറക്റ്റാണ്, എല്ലാ കാര്യത്തിലും വിശ്വസ്തയോടെ പുലർത്തി. അപ്പം അവിടുന്ന് ഇൻസ്ട്രക്ഷൻ തന്നു, ദാറ്റ് പേഴ്സൺ ഷുഡ് ലീവ് വിത്ത് മിസ്റ്റർ തോമസ് മാമൻ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഹി ഷുഡ് അറേഞ്ച് ഫോർ ദാറ്റ് പേഴ്സൺ ഇൻ ഹിസ് ക്വാർട്ടേഴ്സ്. പേയ്മെന്റ് വിൽ ബി മെയ്ഡ് ബൈ ദിസ് ഓഫീസ്. അപ്പം എനിക്ക് സന്തോഷം, നല്ല അടിപൊളി ബില്ല് അയക്കാം. ഇയാളെ കഴിക്കുന്നതിൻ്റെ 4 ഇരട്ടി എഴുതി കൊടുക്കാം, ഒരു കുഴപ്പമില്ല, ബില്ല് കൊടുക്കണം. അപ്പം എൻ്റെ കൂടെ പുള്ളി താമസം. എൻ്റെ വന്ന് ഒരുത്തരം കയറി ചാക്കിട്ടി അതിർത്തി മാന്തിക്കത്തില്ല, അതിനെ എൻ്റെ കൂടെ കൊണ്ട് താമസിപ്പിച്ചു. എനിക്ക് ഇദ്ദേഹത്തോടൊരു പിതാവിനെ പോലെ ബഹുമാനം. ഞാൻ പേര് പറയത്തില്ല, ദേവദാസനൊക്കെ പിടിച്ചെടുക്കും 1.5 ആളിനെ. പുള്ളി ഒരു പ്രത്യേക സഭയിലെ ഒരു ശുശ്രൂഷകനാണ്. അതുകൊണ്ടാണ് തിയോഡലറ്റ് സർവേ ചെയ്യുന്നയാൾ. എനിക്കാണ് ഒരു അപ്പനെ പോലെ അങ്ങ് ബഹുമാനം. എന്നോട് തന്നെ പുള്ളി പറഞ്ഞു, സാറിൻ്റെ ജോലിയൊക്കെ നല്ലതാണ്, പക്ഷേ സിഗരറ്റൊക്കെ കളയണം, ഇതൊന്നും കൊള്ളുകയില്ല. നമുക്കറിയാം ഈ പുള്ളി പറയുന്നത് എന്നാ. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും പുള്ളി ഇങ്ങോട്ട് വന്ന് ജോലി കഴിഞ്ഞ് 5 മണി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിരുന്നാൽ ഞങ്ങൾ കൊടുക്കുന്ന ചായയും കുടിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് പടം വരയ്ക്കാതെ അത് കഴിഞ്ഞ ഉടനെ ബൈബിളിലെ വാക്യം ചേർത്ത് എന്നോട് സുവിശേഷം പറയാൻ തുടങ്ങി. ഈ ജോലി കൊണ്ടൊന്നും കാര്യമായില്ല സാറേ, രക്ഷിക്കപ്പെട്ടെങ്കിലേ അങ്ങ് വരത്തുള്ളൂ എന്നും പറഞ്ഞ് ഉള്ളി തുടങ്ങി. എനിക്കൊരു ബഹുമാനം. അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സാറിൻ്റെ മക്കളൊക്കെ എന്നെ എടുക്കുന്നു. ഉടനെ പുള്ളി വളരെ അഭിമാനത്തോടെ പറഞ്ഞു, എനിക്ക് 3 പെണ്ണും 3 ആണും 1 പെണ്ണുമാണ്. മൂത്തവൻ അന്നത്തെ കാലത്ത് ലോയ്ക്ക് പഠിക്കുന്നു, ഇന്നൊന്നുമല്ല 76-ലെ കാര്യമാണ്. മൂത്തവൻ ലോയ്ക്ക് പഠിക്കുന്നു. രണ്ടാമന് അന്ന് മെഡിക്കൽ കോളേജിലാണ്, ഡോക്ടറായിട്ട് പഠിക്കുക. ഇളയ മോളോ, ഒറ്റ മോള്, അവളെ ഡോക്ടർ കല്യാണം കഴിച്ചു. ഒരാളെ അഡ്വക്കേറ്റായി പഠിക്കുന്നു, ഒരാൾ മെഡിസിൻ പഠിക്കുന്നു. മകളെ ഡോക്ടർ കൊടുത്തു. ഇളയ മകൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പം ഞാൻ ധരിച്ചത് ഇളയ മോൻ SSLCക്കോ വല്ലോ ആയിരിക്കും, അതാ പറയാൻ. ഞാൻ അപ്പം ചോദിച്ചു, സാറേ ഇളയ മോനോ? അന്നേരം പുള്ളി പറഞ്ഞു, അവനൊരു കൊഞ്ഞാണ്ടൻ, അതുകൊണ്ട് അവനെ ഞാൻ ബൈബിൾ സ്കൂളിൽ വിട്ടു. ഏറ്റവും നല്ലതിനെ ലോയ്ക്ക് വിട്ടു, സെക്കൻഡ് നല്ലതിനെ ഡോക്ടറെ വിട്ടു, കൊഞ്ഞാണ്ടറെ കർത്താവിനും കൊടുത്തു. ഇതൊന്നും അല്ല നമ്മുടെ സിസ്റ്റം. ഞാൻ പറഞ്ഞു വന്നത്, വർഷങ്ങളെല്ലാം കഴിഞ്ഞ്, തിരുവല്ലക്കാരനാണ്, തിരുവല്ലയ്ക്ക് അപ്പുറത്തൊരു സ്ഥലത്താ. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാനത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടു കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയത്ത് ഞാൻ ബസ്സേ കയറി കോട്ടത്തിന് പോകാൻ വന്നപ്പം സ്റ്റാൻഡിൽ നിൽക്കുന്ന ഈ പുള്ളിക്കാരൻ, അയ്യോ ക്ഷീണിച്ചൊരു മനുഷ്യൻ. എനിക്ക് പുള്ളിയെ പിടികിട്ടി. ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു, ഇന്ന സാറല്ലേ, പേര് ഞാൻ പറയത്തില്ല. അയ്യോ ഇതാരാ, തോമസ് മാമ സാറല്ലേ? അതെ സാറെന്നാ ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ഞാൻ സാറിനോട് സുവിശേഷം പറഞ്ഞില്ലേ, ഞാൻ രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്തിലാ, പെന്തിക്കോസിലാ. പെന്തിക്കോസിലാണോ? ഞാൻ പറഞ്ഞു അതെ. ഞാൻ ചോദിച്ചു, സാറിനെ ഇത്ര ക്ഷീണം? അദ്ദേഹത്തെ ഞാൻ അപ്പുറത്ത് പോത്തിരിക്കാൻ ഒരു റെസ്റ്റോറൻ്റ് അന്ന്, ഇന്നത്തെ ഹോട്ടൽ ആനന്ദ്, അവിടെ കൊണ്ട് ചായ മേടിച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു, ഞാൻ ആകെ തളർന്നു, എൻ്റെ ഭാര്യ മരിച്ചു, എൻ്റെ ചിറ കൊടിഞ്ഞു, പിന്നെ എൻ്റെ സാറേ, അദ്ദേഹം പറഞ്ഞ കേട്ടോണം, എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ ഭയമാ. ഒരുത്തം അന്ന് ആ വക്കീൽ ആരാന്നറിയാവും, ജഡ്ജിയായി. എന്നെ പിടിച്ചവൻ അകത്തിടുവോന്ന് എനിക്ക് പേടിയാ. പിന്നെ വേറൊരുത്തനുണ്ട്, അവനെ ഡോക്ടർ, അവൻ വല്ല വിഷവും കുത്തിയൊക്കെ എനിക്കറിയാൻ മേല. മകളുടെ ചെല്ലാൻ അവള് ചീറ്റപ്പൊലിയപ്പൊലി. ഞാൻ സാർ എങ്ങനെ ജീവിക്കുന്നത്? ഒരു കൃപയുണ്ടായി. എന്നാ ചോദിച്ചു, എൻ്റെ ഇളയ മോൻ സുവിശേഷ വേലക്കാരനാണ്, അവനെ വിടാ ഞാൻ കഴിയുന്നു. നോക്കി, പണ്ട് കൊഞ്ഞാണ്ടനാന്ന് പറഞ്ഞ് ദൈവത്തിന് കൊടുത്തവനാ ഇപ്പൊ സൂക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ശമ്പളം ദൈവമക്കളെ ആർക്കുള്ളതാ? നിങ്ങൾ പറ.
നിങ്ങൾ പറ ആർക്കുള്ളതാ? അത് അതിലേലും കൊണ്ട് ചെലവഴിക്കാനുള്ളതല്ല. നിങ്ങളെ നടത്തുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ ഒന്ന് വെച്ച് നോക്കിക്കേ. അനുഗ്രഹം കിട്ടിയില്ല, എന്റെ ഫോൺ നമ്പർ മേടിച്ച് വിളിച്ച് പറ, സാറേ നഷ്ടം ഞാൻ തരാം. യെസ്, പ്രൈസ് ദി ലോർഡ്. ആദ്യ ഫലം ക്രിസ്തു. മാവേലുണ്ടായ ആദ്യത്തെ ഫലത്തിന്റെ പേരെന്നാ? 2014 മാർച്ചിൽ ഒരു മാങ്ങ ഉണ്ടായി, അതിന്റെ പേരെന്നാ? ആദ്യഫലം. അത് കഴിഞ്ഞ് ഏപ്രിലും മെയിലും എല്ലാം മാങ്ങ ഉണ്ടായി, അത് 2014 ഫ്രൂട്ട്. ഇതുപോലെ ആദ്യഫലം മരിച്ചവരിൽ നിന്ന് ഉയർത്തത് ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ഈ ബ്രദറൻ ബിൽഡിംഗ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒറ്റ നമ്പരേ കാണത്തുള്ളൂ. ഇതിന് ഒത്തിരി അനക്സുകൾ കാണും, എക്സ്റ്റൻഷൻ കാണും, അതെല്ലാം അണ്ടർ 1 നമ്പർ. അതുപോലെ പ്രൈസ് ദി ലോർഡ്, ആദ്യ ഫലം ക്രിസ്തു. ഞാനും നിങ്ങളും ഇന്ന് ഉയർത്താൽ, കർത്താവിന്റെ വരൽ ഉയർത്താൽ, ഒന്നാം പുനരുത്ഥാനമല്ല, ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ തുടർച്ച. അതൊരു പദവിയാണ്. അതാ ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അഥവാ പാതാളത്തിൽ കിടക്കുന്നവൻ ഒന്നും അതാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും, പിന്നെ ജീവനുള്ള. അപ്പോൾ അതാണ് പൗലോസ് വേറെ ഭാഷ പറഞ്ഞത്, പ്രിയമുള്ളവരെ, നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകത്തില്ല. കർത്താവിന്റെ ഗംഭീരനാദം ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ. അവർ മാത്രമേ ഉയർക്കത്തുള്ളൂ. അവർ പർദീസെന്നാ വരുന്നത്. ബാക്കി അല്ലാത്തതെല്ലാം കിടക്കുന്നത് ഇവിടുന്ന് 8 കിലോമീറ്റർ താഴെ കിടപ്പുണ്ട്, അല്ലേ? അവിടുത്തെ ചൂടെത്ര? 2000 ഡിഗ്രി. അവിടെ കിടക്കും. അതിന് മേലൊരു പണി ചെയ്യും അവരുടെ പ്രിയപ്പെട്ടവർ. നല്ല ഗ്രാനൈറ്റിൽ അങ്ങോട്ട് എഴുതി വെക്കും, അവർ ഡിയർ അപ്പച്ചൻ, പപ്പ, മമ്മി, റെസ്റ്റിൻ. കിടക്കുന്ന എവിടാ കിടക്കുന്നേ? അതിന്റെ പേരാ മരിച്ചിട്ട് വധിക്കുക. 2000 ഡിഗ്രി ചൂടി കിടന്നിട്ട് പറയാ, നീ അവിടെ കിടന്നോളാം, റെസ്റ്റ് ഇൻ പീസ്. അവര് പൊങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇപ്പോഴൊന്നുമില്ല, അവിടെ പറഞ്ഞുതരാം. വെള്ളസിംഹാസന ന്യായവിധിയിലെ ഒരു പൊങ്ങത്തുള്ളൂ. അതായത് നാം ഇന്നത്തെ ഒരു ഭക്തൻ ഉയർത്തെ 1007 വർഷം കഴിയുമ്പോൾ, 7 വർഷത്തെ മഹോപദ്രവം, കർത്താവിന്റെ വരവിന് ശേഷം 1000 വർഷത്തെ 1000 ആണ്ട് വാഴ്ച, അത് കഴിഞ്ഞെല്ലാം പൊങ്ങി വരും. അപ്പോൾ ഒന്നാമത്തെ സംഭവം, മേലിൽ നടക്കാൻ പോകുന്ന ഒന്നാമത്തെ സംഭവം റാപ്ചർ. രണ്ടാമത്തെ സംഭവം ഭൂമിയിൽ 7 വർഷം മഹോപദ്രവം. മൂന്നാമത്തെ സംഭവം മനസ്സിൽ നിന്ന് പതിച്ചിരിക്കണം, അതിനാ മഹോപദ്രവം അല്ല, ഹർമഗദോൻ, യുദ്ധം. നാലാമത്തെ സംഭവം ഒന്നാം പുനരുദ്ധാനം. തീർത്ത് പറയണം, നമ്മുടെ പുനരുദ്ധാരണമാണോ? ക്രിസ്തുവിൽ മരിച്ചവരുടെയാണോ? വെരി ഗുഡ്. ആരുടെയാ? മാർട്ടിയേഴ്സ് ഓഫ് ദ ട്രിബുലേഷൻ, മഹോപദ്രവ രക്തസാക്ഷികളുടെ ഉയർപ്പ്. അഞ്ചാമത്തെ സംഭവം റെസ്റ്റോറേഷൻ ഓഫ് ജൂസ്. ഇന്ന് ലോകത്തിലൊരു കൂട്ടം ആൾക്കാരുണ്ട്, എല്ലാ രാജ്യങ്ങളും അവരെ വേറൊരു പ്രത്യേകതയോടെ നോക്കുന്നു. അവരും ഒരുത്തന്റെ അരികെ തല ഊനിക്കത്തില്ല. ഒരു രാജ്യത്തിന്റെ മുമ്പിൽ അവൻ തല ഊനിക്കത്തില്ല. അവനെ കുറിച്ച് ഒരു പരിധിക്കപ്പുറം പറയാൻ സാധിക്കത്തില്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ആരാ? യഹൂദൻ. അവനെ യഥാസ്ഥാനപ്പെടുത്തിയ തീരൂ. എന്തുകൊണ്ട് ദൈവം യഹൂദനെ സൃഷ്ടിച്ചു? ഈ ഒരു കൂട്ടർ എല്ലാവർക്കും തലവേദന, ഒരെണ്ണത്തിൻ്റെ അടുക്കൽ ഒരു മരുങ്ങത്തില്ല. അവൻ്റെ അടുക്കൽ നേരെ ഒരുത്തൻ നിൽക്കത്തുമില്ല. ഏത് മിടുക്കനായാലും സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കും. ഇവൻ്റെ അരികെ ചെല്ലുമ്പം കളി മാറും. ഞാൻ ഇതിനകത്ത് ആ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്ന 2-3 സഹോദരന്മാർ 1-2 പെമ്മക്കൾ ഇരിപ്പുണ്ട്. അവർ പറയരുത്, കാരണം അവരോട് ഞാനിത് പറഞ്ഞതാ. അല്ലാത്തവർക്കൊന്ന് ചിന്തിക്കാവോ, എന്തിന് യഹൂദനെ സൃഷ്ടിച്ചു? ദൈവമക്കളെ, വാസ്തവത്തിൽ അത് ദൈവം തമ്പുരാൻ സാത്താനുമായിട്ട് കണക്ക് തീർക്കുക. നമ്പർ 1. നമ്പർ 2, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും എന്നെയും സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ഈ 2 കാരണമാണ് അവരെ സൃഷ്ടിച്ചത്. 1, പിശാചിനോട് കണക്ക് തീർക്കാൻ, സെറ്റിലിംഗ് ദ അക്കൗണ്ട് വിത്ത് ഡെവിൾ. 2, എനിക്ക് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു വഴിയൊരുക്കി. അതിനാ അവനെ സൃഷ്ടിച്ചത്. നമ്മളവരെ വല്ലാണ്ട് റെസ്പെക്ട് ചെയ്യണം.
ഏദൻ തോട്ടം എന്ന് പറയുന്ന ഇറാഖിലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ സംഗമ സ്ഥലമാണ്. അവിടെയാണ് ദൈവം തമ്പുരാൻ മനോഹരമായ ഒരു തോട്ടം ഉണ്ടാക്കിയത്. ആ തോട്ടത്തിൽ അപ്പച്ചനെ അമ്മച്ചിയും കൊണ്ടാക്കിയത്. അവിടെ കയറിയ ഇവൻ ഈ നാടൻ ഭാഷയെ പണിയൊപ്പിച്ചത്, ചതിച്ചത്. ഏദൻ തോട്ടത്തിൽ കയറി പ്രലോഭിപ്പിച്ച് പാപം ചെയ്തു. മനുഷ്യന്റെ തേജസ് പോയി. അതേ ഇറാഖിൽ നിന്നും ദൈവം തമ്പുരാൻ ഒരുത്തനെ വിളിച്ചിറങ്ങടാ. യെസ്, കൽദേഹരുടെ പട്ടണമായ ഊര്, സെയിം പ്ലേസാ. അവിടുന്ന് ഒരുത്തണം ഇറങ്ങടാ. കേട്ടോണം, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിടുക. കാരണം ഇവൻ വിഗ്രഹത്തെ ആരാധിക്കുന്നവനാ. അവന്റെ അപ്പൻ തേരക വിഗ്രഹത്തെ ആരാധിക്കുന്ന പാർട്ടിയാ. ഹി വാസ് വർഷിപ്പിംഗ് ഐഡൽസ്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നിന്റെ പിതാക്കന്മാരാവണ്ട നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ ആരാധിച്ചു. ഇന്നും അന്നുമെല്ലാം ലോകത്തിലൊരു ചിന്താധാരയുണ്ട്. ഒരുത്തൻ നദി, വലിയ നദി നീന്തി കയറിയാൽ അവൻ പോയി തീർന്നു. മഹാത്മാഗാന്ധി പഠിക്കാൻ കടൽ കടന്നു പോയതിനാണ് അവരുടെ വിഭാഗക്കാർ അദ്ദേഹത്തെ ജാതിപുരുഷനാക്കി. കടൽ കടക്കുന്ന പാപമാണെന്ന്. പഴയ കാലത്ത് കപ്പലെ പോയ പല ക്രിസ്ത്യാനികളെയും മുടക്കിയിട്ടുണ്ട്. പോയി ഇവന് കടൽ താണ്ടിപ്പോയെന്ന്. ഇന്ന് കടൽ താണ്ടിയില്ലല്ലോ കുഴപ്പം. പെണ്ണ് കാണാൻ വരുമ്പോൾ ചോദിക്കും കടലിനപ്പുറത്താണോ പെണ്ണുണ്ട്? ഇല്ലേ, ഇല്ല. ഇന്ന് കാലം മാറിയത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളവരാ, കടലിനിപ്പുറത്താ. എബ്രായൻ എന്ന വാക്കിന്റെ അർത്ഥം എ പേഴ്സൺ ഹു ക്രോസ് ദ റിവർ. നദി നീന്തി കയറിയവൻ. അക്കരെ കയറ്റി. ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കണം. കൊണ്ടുപോയി കാണിപ്പാനിരിക്കുന്ന സ്ഥലം എന്നൊരു സ്ഥലം ലോകത്തിലില്ല. അങ്ങനെ ഒരു സ്ഥലം ലോകത്തിൽ ഒരിടത്തുമില്ല. അങ്ങോട്ട് പോടാ, കാണിപ്പാനിരിക്കുന്ന സ്ഥലം. അവിടെ കൊണ്ടുപോയി ഭൂമിയുടെ മധ്യഭാഗത്തോട് കൊണ്ട് നോക്കിക്കേ. അവിടെ ചെന്ന് സ്റ്റൈലെല്ലാം മാറ്റി. ഉൽപ്പത്തി 12:7 വായിച്ച് സ്റ്റൈല് മാറ്റി. 12:7 എന്ന് വായിച്ച്. 12:7. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്നും ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറ് ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. നദിക്കപ്പുറം വേറെ പുള്ളിയെ ആരാധിച്ച പാർട്ടി നദി ആണ്ടി കയറി ഇപ്പുറത്ത് കയറി ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അവൻ എന്ത് ചെയ്യുന്നു? പ്രത്യേകം എഴുതിയിരിക്കുന്നു, യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. അവന്റെ ആത്മീയ ചേഞ്ച് അവിടെ വരുത്തി. അവൻ യഹോവയെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആരാധിച്ച് 25 വർഷം ദൈവം അവനെ ഒബ്സർവ് ചെയ്തു. 25 വർഷം അവനെ ഒബ്സർവ് ചെയ്തു. ഇടയ്ക്ക് അവനൊരു കുഞ്ഞാണ്ടിപ്പണി കാണിച്ചു. അതുകൊണ്ട് ദൈവം തമ്പുരാൻ 11 വർഷങ്ങളോട് മിണ്ടിയില്ല. പക്ഷെങ്കിൽ ഇവൻ വിശ്വസ്തൻ. ആരാധന മാറ്റിയില്ല എന്ന് മനസ്സിലായി. ആരാധന മാറ്റിയില്ല. അപ്പോൾ 99-ാമത്തെ വയസ്സിൽ അവന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നിനക്ക് ഞാനൊരു മകനെ തരാം. നിങ്ങൾ ശ്രദ്ധിക്കണം എന്നെ. അബ്രഹാമിനൊരു പേരുണ്ട്, ഒരു കൊച്ചു പേരറിയാമല്ലോ. എന്തുവാ? പറ. അബ്രഹാം. പിന്നെ വല്ല പേരും ഉണ്ടോ? അബ്രഹാം. ഗുഡ്. പിന്നെ വല്ല പേരും ഉണ്ടോ? വിശ്വാസികളുടെ പിന്നെ വല്ല പേരും ഉണ്ടോ? ദൈവത്തിന്റെ. എല്ലാരും അടിപൊളി ആൾക്കാരാ, മിടുക്കരാ. ഇനിയും വല്ല പേരും ഉണ്ടോ? എബ്രായ ലേഖനം 11-ാം അധ്യായം 12-ാം വാക്യം ഒരു വാക്ക്, ഒരു പേരുണ്ട്. അത് നിങ്ങളാരും പറഞ്ഞില്ല. അതുകൊണ്ട് 11:12 ആയിരിക്കും. അതുകൊണ്ട് ഒരുവന്, അടുത്ത വാക്യം ഫെയ്ത്ത്ഫുൾ സാർ. അതുകൊണ്ട് ഒരുവനെ, മൃതപ്രായനായവന് തന്നെ. എന്നാ പ്രായന? മൃതപ്രായനായവന് എന്ന് പറഞ്ഞ എന്നാ പേരുണ്ടോ? വിശ്വാസികളുടെ പിതാവെന്നല്ല. എന്നതാ മൃതപ്രായൻ എന്ന് പറഞ്ഞാൽ എന്നാ? നിങ്ങൾ അതിന്റെ ഗ്ലാമർ ചിന്തിക്കണം. അബ്രഹാമിന്റെ വീട് മാവേലിക്കരല്ലാന്ന് ഓർത്തു, സങ്കല്പിച്ചു. അബ്രഹാം ഇറാഖുകാരൻ, മാവേലിക്കരയിൽ 99 വയസ്സുകൊണ്ട് ഇന്ന് മരിച്ചു. നാളത്തെ പത്രത്തിൽ വരുന്ന വാർത്ത എങ്ങനാ? മാവേലിക്കര, കരിപ്പുഴ. അബ്രഹാം ഇറാഖുകാരൻ. അബ്രഹാം 99 വയസ്സ് നിര്യാതനായി അല്ലേ? പിന്നെ ഇന്നത്തെ ഫാഷനിൽ എഴുതും ശവസംസ്കാരം പിന്നീട്. ഗുഡ്. മക്കളില്ല, അതുകൊണ്ട് എഴുതത്തില്ല. ഭാര്യ സാറ. വാർത്ത വന്നതാ, ടിവിയിലും വന്നു, ഫേസ്ബുക്കിലും വന്നു അല്ലേ? വന്നില്ലേ? ഇന്നലെ ശ്രേഷ്ഠനായ ദേവദാസൻ മരിച്ചു. ജോർജ് ഉമ്മൻ 81 വയസ്സുണ്ട്. കർത്താവിന്റെ ദാസന്റെ ഫേസ്ബുക്കിൽ വന്നു.
മൊബൈലിൽ വന്നു, പത്തനാപുരത്ത്. ഇതുപോലെ ഇന്നത്തെ ഭാവന നിങ്ങളൊന്ന് കാണുന്നത് മനസ്സിലാക്കാൻ ഫേസ്ബുക്കിലും വന്നു, ടി വിയിൽ അതിനകത്തിരുന്ന് നറേറ്റ് ചെയ്യുന്ന അമ്മാമ്മയും വിളിച്ചു പറഞ്ഞു, മാവേലിക്കരയിൽ ഇറാഖുകാരൻ 99 വയസ്സുള്ള അബ്രഹാം നിര്യാതനായി, ഭാര്യ സാറായി, മക്കൾ ഇല്ല, അതുകൊണ്ട് അത് പറയത്തില്ല, ശവസംസ്കാരം പിന്നീട്. ഇത് കേട്ട ആരെങ്കിലും അയ്യോ മരിച്ചോ ആരെങ്കിലും ചോദിക്കുമോ? പറ, പൈസ എത്ര? അയ്യോ മരിച്ചോ ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല. പിന്നെ എന്നാ ചോദിക്കും? എപ്പോഴാ അടക്കം? ചെന്നാ ഒരു പപ്സും തിന്നുവെച്ച് പോരാ. ഇതുപോലെ ലൈഫ് മുഴുവൻ ടെർമിനേറ്റ് ചെയ്ത പുള്ളിയുടെ പേരാ ആന്റിസിപ്പേറ്റിംഗ് ഡെത്ത് അറ്റ് എനി ടൈം. ഏത് സമയത്തും മരിക്കാം. അതാ മൃതപ്രായൻ. അമ്മാമയെ അത് തന്നെ. അവർക്ക് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കൊടുത്ത് ഒരുത്തനെ കൊണ്ടുവന്നു. ശ്രദ്ധിച്ചോണം. അവർക്ക് രണ്ടാമത് കപ്പാസിറ്റി കൊടുത്ത് രണ്ടുപേർക്കും. ബൈബിള് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സാറായുടെയും ഗർഭധാരണ ശക്തി നഷ്ടപ്പെട്ടു പോയി. രണ്ടുപേരുടെയും ഗർഭധാരണ ശേഷി, സാറായുടെയും പുത്രോത്പാദന ശേഷി അബ്രഹാമിന്റെയും നഷ്ടപ്പെട്ട രണ്ടു പേർക്കും റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കൊടുത്തതുകൊണ്ടാണ് ഈ ജനം ഇങ്ങനെ ത്രില്ലായിട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? അവരിൽ നിന്നും ഒരു ഇസഹാക്കുണ്ടായി, അവരിൽ നിന്നും ഒരുത്തനുണ്ടായി. അവനെ അത് നമ്മൾ വ്യാഴാഴ്ച ചിന്തിക്കും. യാക്കോബ് ശരിക്കും എക്സസൈസ് ചെയ്യിച്ചവനെ. അത് കഴിഞ്ഞ് അവനെ എല്ലാം അവിടുന്ന് പ്രൈസലോട് ഈജിപ്തിൽ കൊണ്ടുപോയിട്ട് 400 വർഷം അതിനേക്കാൾ നല്ല ഇഷ്ടിയ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. പ്രൈസലോട് ഇഷ്ടിയ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. പക്ഷെ ഒടുവിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, അവിടുന്ന് ഇക്കരെ കടത്തി. അടുത്തതാണ് നമ്മുടെ ഏറ്റവും പ്രധാന വിഷയം. അവർക്ക് ന്യായപ്രമാണവും ചട്ടവും കൊടുത്തു. എങ്ങനെ മുള്ളണം, എങ്ങനെ തലമുടി ചെയ്യണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഇത് ചെയ്യണമെന്ന് എഴുതി കൊടുത്തിട്ട് അവരെ ഒരു നല്ല നാട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് അവരിൽ നിന്നും ലോകപ്രകാരം യോസഫിന്റെ സന്തതിയായി കന്യക മറിയാമിൽ നിന്നും രക്ഷകനായ യേശു വന്നതിനാൽ കാൽവറി ക്രൂശിൽ യാഗമാകുമ്പോൾ അപ്പുറത്ത് സാത്താന്റെ തല തകർക്കുമ്പോൾ അവന് യാതൊരു ന്യായവും പറയാനില്ല. വേറെ ഏതെങ്കിലും ജനത്തിൽ നിന്നും ഏതെങ്കിലും ജാതിയിൽ നിന്നും യേശു ജനിച്ചിരുന്നെങ്കിൽ കാൽവറിയിൽ വെച്ച് സാത്താൻ പറയും, എൻ്റെ തല തകർക്കാൻ നിനക്ക് പറ്റത്തില്ല, കാരണം നീ ജനിച്ച് ജഡമെടുത്തത് എന്നെ ആരാധിക്കുന്ന കൂട്ടത്തിലാ. നിങ്ങൾ ശ്രദ്ധിച്ചോ? പിടികിട്ടിയ പോയിന്റ് കണ്ടോ? അവൻ ബുദ്ധിമാനുള്ളവനാ സാത്താൻ. നമ്മളൊക്കെ ഗ്രാജുവേറ്റ്, അവൻ പോസ്റ്റ് ഗ്രാജുവേറ്റാ. പിന്നെ നമ്മൾ പിടിക്കുന്നത് ആത്മാവിന്റെ ശക്തിയിലാണ്. മനസ്സിലായോ? നമ്മൾ ജ്ഞാനികൾ, അവനാരാ? സർവജ്ഞാനി. നമ്മൾ ആത്മാവിൽ ജ്ഞാനമുള്ളവർ, അതുകൊണ്ട് അവനോട്ട് പിടിക്കുന്നത്. നമ്മൾ BA, അവൻ MA, അവൻ പോസ്റ്റ് ഗ്രാജുവേറ്റാ. അപ്പൊ അവൻ ഒരു ആരോപണവും പറയാതിരിക്കാനാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറെടുത്ത് അതിൽ നിന്ന് ഒരു യേശു വന്ന്, എന്തിനെ? സഹോദര, എന്നെ നിങ്ങളെ രക്ഷിക്കാൻ. അപ്പോൾ ഈ ജനത്തെ ദൈവം സൃഷ്ടിച്ചത് 1 സാത്താനോട് കണക്ക് തീർക്കാൻ, 2 എനിക്ക് നിങ്ങൾക്ക് രക്ഷയൊരുക്കാൻ. അങ്ങനത്തെ ഒരു ജനമായി ഇവൻ. അവരെ ഇന്ന് ഈ പ്രശ്നത്തിലൊക്കെ കിടക്കുന്നെങ്കിലും അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. വായിക്കാം, യെശയ്യാ പുസ്തകം 49-ാം അധ്യായം 22-ാം വാക്യം വായിക്കാം. യെശയ്യാവ് 49:22 വായിച്ച്, യെശയ്യാവ് 60:14 2 വാക്യം വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ജാതികൾക്ക് എന്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എന്റെ കൊടി കാണിക്കുകയും ചെയ്യും. എന്റെ കൊടി കാണിക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ, അവരോട് പറയാ, നിങ്ങൾ ശ്രദ്ധിക്കണേ വാക്യം, അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിൽ അണച്ച് പുത്രിമാരെ തോളിലെടുത്തും കൊണ്ടുവരും. ഇനിയും വായിക്കാം, യെശയ്യാവേ 60:14 ഒന്ന് വായിക്കാം. 60:14 നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ. ഇന്ന് ലോകത്തിൽ എത്ര രാജ്യങ്ങൾ അവരെ ക്ലേശിപ്പിക്കുന്നുണ്ടെന്ന് അറിയാമോ? നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. അടുത്ത വാക്യം, നിന്നെ നിന്ദിച്ചവരൊക്കെ നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. കാൽ പിടിച്ച് പറയും, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അതാണ് എന്റെ ദൈവത്തിന്റെ നീതി. ശ്രദ്ധിച്ചോ? 2 ഡിമെൻഷൻ. ഒന്ന്, ഇസ്രായേലിന്റെ യഥാസ്ഥാപനം. ഇതുപോലെ ആ ദൈവമക്കളെ കർത്താവിന് വേണ്ടി വിശുദ്ധിയിൽ വിശ്വസ്തയിൽ നിങ്ങളും ഞാനും നിന്നാൽ, നമ്മളെ നിന്ദിക്കുന്നവരുണ്ടല്ലോ, കാല് പിടിച്ചു പറയും, നിന്റെ ദൈവം തന്നെയാ. നിന്നെ ഞാൻ പരിഹരിച്ചത്, നിന്നെ ഞാൻ ഉപദ്രവിച്ചത്, നിന്നെ ഞാൻ നിന്ദിച്ചത്, എന്നോട് പൊറുക്കണമെന്ന് പറയും. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. പക്ഷെ നമ്മളതിന് കൊണ്ട് നിൽക്കണം.
നമ്മൾ ആ ജനത്തിന്റെ ചരിത്രത്തിലേക്ക് കൊണ്ട് വരാൻ പോവുകയെന്ന്. 5-ാമത്തെ സംഭവം റെസ്റ്റോറേഷൻ ഓഫ് ജൂസ്, യഹൂദന്റെ യഥാസ്ഥാപനം. 6-ാമത്തെ സംഭവം